ഇപ്പൊ എവിടെയാണെങ്കിലേ വള്ളം ഇറക്കാൻ ഭയങ്കര റിസ്ക് അല്ലേ? അപ്പൊ ഇപ്പൊ ഇവിടെ നിന്ന് ഇറങ്ങിയ കാര്യം എന്തോ? ഫ്രണ്ട്സ്, മിക്കൂർ ഓഫ് ഗ്ലാസ് വ്ലോഗിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇവിടെ കടപ്പുറത്താണെങ്കിൽ ഇപ്പോൾ വലിയ രീതിയിൽ വള്ളങ്ങളൊന്നും ഡയറക്റ്റായിട്ട് പൂന്തറയിൽ ഇറക്കാറില്ല ഫിഷിങ്ങിന് വേണ്ടി. സാഹസികപരമായിട്ട് ഒരു വള്ളമാണെങ്കിൽ കടലിൽ ഇറക്കുന്ന ഒരു വിഷ്വൽസാണ് കേസ് നിങ്ങളിപ്പോൾ കാണുന്നത്. അതിശക്തമായിട്ടുള്ള തിരമാല നമുക്കിവിടെ പൂന്തറയിൽ വന്നു കഴിഞ്ഞാൽ കാണാൻ വേണ്ടി പറ്റും. ഇതിന് അതിശക്തമായിട്ട് തന്നെ പൂന്തറയിലാണെങ്കിൽ ഇതാ കടൽ തിരമാലകൾ ഉള്ളത് നമുക്ക് കാണാം കേട്ടോ. വളരെ കഷ്ടപ്പെട്ടാണിത് അവർ ആ വള്ളം അവിടെ ഇറക്കുന്നത്. പൂന്തറ കടപ്പുറം അതിശക്തമായിട്ടുള്ള തിരമാലയ്ക്കിടയിൽ കൂടെയാണ് സാഹസികപരമായിട്ട് പൂന്തറയിലാണെങ്കിൽ ഇതാ വള്ളം ഇറക്കുന്ന ഒരു വിഷ്വൽസാണ് കേസ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ല രീതിയിലുള്ള തിരമാല ഉണ്ട്. നമുക്കിതെവിടെ കണ്ടു കഴിഞ്ഞാൽ അറിയാൻ വേണ്ടി പറ്റും. തീരമൊന്നുമില്ല. ഓ മൈ ഗോഡ്. ോട്ട് പോകാൻ പറ്റുന്നില്ല. നല്ല രീതിയിലുള്ള വേവ്സ് ഉണ്ട്. ഈ സൈഡിൽ ഇറക്കിയതാണ് സംഭവം. അത് ആൾക്കാർ കയറുന്നതിന് മുമ്പ് തന്നെ അങ്ങോട്ട് പോയിക്കൊണ്ടേ ഇരിക്കുകയാണ്. അപ്പുറത്ത് രണ്ട് സൈഡിൽ നിന്നാണെങ്കിൽ വലിച്ചു വെച്ചിട്ടുണ്ട്. എൻജിൻ ഇതുവരെ താഴ്ത്തിയിട്ടില്ല. എൻജിൻ താഴ്ത്തുമ്പോഴേക്കും അറിയാം.
ഓക്കെ, സൂപ്പർ. മൈ ഗോഡ്. ഓക്കെ, വളരെ സക്സസ്ഫുള്ളായിട്ട് വള്ളത്തിന് കടലിൽ ഇറക്കി വിട്ടിയതിന് ശേഷം ഇത്രയും പേരുടെ ഹെൽപ്പോട് കൂടിയാണ് വള്ളം കടലിലോട്ട് ഇറക്കിയിട്ടുള്ളത്. ഇത്രയും പേരുണ്ട്. വള്ളം വളരെ കഷ്ടപ്പെട്ടാണ് സംഭവം ആ ഒരു വള്ളത്തിൻ്റെ പൂന്തറയിൽ ഇറക്കിയിട്ടുള്ളത് നമുക്ക് മനസ്സിലാക്കാം. ഏകദേശം 2, 3, 4, 5, 6, 7 സ്റ്റാഫുകളാണ്. 7 സ്റ്റാഫുകൾ ചേർന്നിട്ടാണ് കടലിൽ വള്ളം ഇറക്കിയത്. ഇപ്പോൾ എവിടെയാണെങ്കിലേ വള്ളം ഇറക്കാൻ ഭയങ്കര റിസ്ക് അല്ലേ? അപ്പോൾ ഇപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങിയ കാര്യം എന്തോ? പണി ചെയ്യാൻ വേണ്ടി. ഓക്കെ ഓക്കെ. അതല്ല, ഭയങ്കര കഷ്ടപ്പാടല്ലേ ഇവിടെ? ഭയങ്കര റിസ്ക് അല്ലേ ഇതിലെ ഇവിടെ ഇറക്കാൻ? ആണോ? ഇനിയിപ്പോൾ ഈ വെള്ളം ഇനിയിപ്പോൾ ഇവിടെ അടുപ്പിക്കൂലല്ലോ? ഒരു 3 മാസം ആണോ? ഇനിയിപ്പോൾ ഇവിടെ ഉള്ള ബാക്കി വള്ളങ്ങൾ ഇതുപോലെ തന്നെയാണ് ഇറക്കാൻ വേണ്ടി പോകുന്നത്? അല്ല, ഇവിടെ നിന്ന് ലിഫ്റ്റ് ചെയ്തിട്ട് ബോട്ടിൽ വെച്ചിട്ട് ഇവിടെ നിന്ന് വണ്ടി അങ്ങനെ പോകുന്ന പാടാണോ? ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. പൈസ ചെലവും കൂടുതലാണല്ലേ? 10,000 രൂപ ചെലവാകും. 10,000 രൂപ ചെലവാണ്. അതിനകത്ത് ഇവിടെ കുറച്ച് പാട് വിട്ട് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഇറക്കാൻ വേണ്ടി പറ്റും. ഇനിയിപ്പോൾ ഇറക്കിയതിന് ശേഷം ഇനിയിപ്പോൾ എന്തായാലും ഒരു 3-4 മാസത്തേക്ക് വള്ളം ഇനി അടുപ്പിക്കില്ല. ആണോ? ഇനി എത്ര വള്ളങ്ങൾ ഇതുപോലെ ഇനി ഇറക്കാനുണ്ട്? ഓക്കെ ഓക്കെ. ഈ സൈഡിലുള്ള ഏകദേശമുള്ള വള്ളങ്ങൾ ഇതുപോലെ സാഹസികപരമായിട്ട് കടലിലോട്ട് ഇറക്കുന്നു. അതിനുശേഷം ഫിഷിംഗ് എല്ലാം കഴിഞ്ഞ ശേഷം വിഴിഞ്ഞത്തോട്ട് ഇറക്കും. അതുപോലെ തന്നെ വീണ്ടും ഇവിടെ ഇത് റെഡിയായിട്ടുണ്ട്. ഇത് ഇതുപോലെ തന്നെ വലിച്ച് നേരെ കടലിലോട്ട് ഇറക്കുന്നു. സാഹസികപരമായിട്ട് തന്നെ വേണം ഇറക്കേണ്ടത് എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. നിൽക്കുന്നത് പൂന്തറയാണ്. പൂന്തറ കടപ്പുറത്ത് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ കടലൊക്കെ ആണെങ്കിൽ നല്ല രീതിയിലാണെങ്കിൽ തിര കയറിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കിടക്കുന്ന വള്ളങ്ങളൊക്കെ ആണെങ്കിൽ ഫിഷിങ്ങിന് എങ്ങനെയായാലും ഇറക്കിയേ പറ്റൂ. ഒന്നെങ്കിൽ പിക്കപ്പ് വണ്ടിയിലാണെങ്കിൽ നേരെ വിഴിഞ്ഞത്ത് കൊണ്ടുപോകണം. അല്ല എന്നുണ്ടെങ്കിൽ സാഹസികപരമായിട്ട് തന്നെ ഇവിടെ നിന്ന് വിഴിഞ്ഞത്ത് നിന്നാണെങ്കിൽ അല്ലെങ്കിൽ പൂന്തറയിൽ നിന്നാണെങ്കിൽ ഇറക്കി ഫിഷിംഗ് എല്ലാം കഴിഞ്ഞതിന് ശേഷം വിഴിഞ്ഞത്ത് നങ്കൂരിടണം. അപ്പോൾ വളരെ സാഹസികപരമായിട്ടാണ് ഇവിടെ കച്ചവടക്കാരല്ല മത്സ്യത്തൊഴിലാളികളാണെങ്കിൽ മീനാണെങ്കിൽ പിടിക്കാൻ വേണ്ടി സാഹസികപരമായിട്ട് കടലിലോട്ട് ഇറക്കുന്ന ഒരു വിഷ്വൽസാണ് ഗൈസ് നിങ്ങളിപ്പോൾ കാണുന്നത്.